മമ്മൂക്ക തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളർ. ഇനി മമ്മൂക്കയെ പിന്നെ ഇവിടെ ആരുമില്ല, കേരളത്തിൽ ആരുമില്ല തന്നെയാണ്. 11:30 മണി, അതും വെള്ളിയാഴ്ച, വ്യാഴാഴ്ചയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മൾ ആൾ കയറും, ഇടിച്ച് കയറും. നമ്മൾ രാവിലെ ഹൗസ് ഫുൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയി. അത്രയുള്ള ക്ലൈമറ്റ് മോശം. ഇന്നത്തെ വിജയ് ആയാലും അജിത്തായാലും സൂര്യ ആയാലും എല്ലാ നടന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു പടമാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ഇപ്പം വീണ്ടും റിലീസ് വിജയുടെ പടം വന്നിട്ട് പോലും ആ കളക്ഷൻ നികത്താനായിട്ടില്ല. അല്ല, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മമ്മൂക്കയുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡാണ്. അതാണ് നമ്മൾ മമ്മൂക്കേ. മമ്മൂക്ക എന്നുള്ള ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയുടെ വ്യക്തിയും കൂടെയാണ്. രാജമാണിക്യം, പോക്കിരി രാജ, അപ്പോൾ അങ്ങനെ പഴശ്ശിരാജ, അങ്ങനത്തെ സിനിമകൾ വന്നു. മമ്മൂക്കയുടെ അവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഓടി. മമ്മൂക്ക തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളർ. ഇനി മമ്മൂക്കയെ പിന്നെ ഇവിടെ ആരുമില്ല, കേരളത്തിൽ ആരുമില്ല തന്നെയാണ്. പിന്നെ റിലീസ് എന്നുള്ള ഒരു പേരിൽ ഇങ്ങനെ ഈ ഒരു സിനിമ റിലീസായപ്പം വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ വീണ്ടും കയറി വരും, അത്രയേ ഉള്ളൂ. അത് ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 മണിയാണ്. നമ്മളെ മമ്മൂക്ക ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്ന് മനസ്സിലാക്കണം. നമുക്ക് അതിൻ്റേതായ ഒരു സമയമുണ്ട്. 11:30 മണി, അതും വെള്ളിയാഴ്ച, വ്യാഴാഴ്ചയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മൾ ആൾ കയറും, ഇടിച്ച് കയറും. നമ്മളെ മമ്മൂക്ക പടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇനീഷ്യൽ കളക്ഷൻ കേടിയ ഏറ്റവും വലിയൊരു പടമാണ് ടർബോ. അന്ന് ആ സിനിമ റിലീസ് ചെയ്തത് വ്യാഴാഴ്ചയാണ്, മനസ്സിലാക്കണം. ഇന്നത്തെ വിജയ് ആയാലും അജിത്തായാലും സൂര്യ ആയാലും എല്ലാ നടന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു പടമാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ഇപ്പം വീണ്ടും റിലീസ് വിജയുടെ പടം വന്നിട്ട് പോലും ആ കളക്ഷൻ നികത്താനായിട്ടില്ല. അങ്ങനെ ഒരു സിനിമയാണ് ടർബോ. അപ്പം നമ്മുടെ രീതിയിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഒരു സമയവും സന്ദർഭവും തന്നാൽ നമുക്ക് അതിൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ആൾക്കാർ അങ്ങനെ വരില്ല. ഇനിയും വരുമായിരിക്കും, നല്ല രീതിയിൽ വരുമായിരിക്കും. പിന്നെ അതായത് 11:30 മണി, അതും വെള്ളിയാഴ്ച ദിവസം. ചിലവരൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന ആ സമയമാണ്, അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റില്ല. പക്ഷേ ഇനി കയറി പിടിക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മമ്മൂക്കയുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡാണ്. തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൻ്റെ അകത്ത് 100 ദിവസത്തിനകത്ത് രാജമാണിക്യം എന്നുള്ളൊരു സിനിമ റിലീസ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ 100 കോടി ക്ലബിൽ പിന്നെ മമ്മൂക്കയുടെ ന്യൂ തിയേറ്ററിൽ വന്നത്. മനസ്സിലായി, രാജമാണിക്യം, മമ്മൂക്കയുടെ രാജമാണിക്യം തന്നെയാണ്. ചരിത്ര വിജയമായിരുന്നു. അതുപോലെ മമ്മൂക്കയുടെ പഴശ്ശിരാജ, മമ്മൂക്കയുടെ പോക്കിരി രാജ, മമ്മൂക്കയുടെ പ്രാഞ്ചിയേട്ടൻ, ഇതുപോലെ ഒരുപാട് സിനിമയ്ക്ക് എല്ലാവരും ആൾക്കാരുണ്ട്. നമ്മളെല്ലാ സിനിമയ്ക്കും, നമ്മൾ ഏത് ക്ലാസിക് സിനിമയ്ക്കും നമ്മളിവിടെ വരും. നമ്മൾ രാവിലെ ഹൗസ് ഫുൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയി. അത്രയുള്ള ക്ലൈമറ്റ് മോശം. പിന്നെ ഇന്നത്തെ ദിവസം മഴയായിരുന്നു. പിന്നെ ഇപ്പോഴും മാറി നിൽക്കുന്നു മഴ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ലാസിക് പടമാണെന്നെങ്കിലും നമ്മൾ അടിച്ച് പൊളിക്കുമായിരുന്നു. അതാണ് നമ്മൾ മമ്മൂക്കേ, അത്രയേ ഉള്ളൂ.